ബൈബിൾ വായനാ ഭാഗം 33:12. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവനെ ഏദൻ തോട്ടത്തിൽ കുടിയിരുത്തുന്നു. ഈ തോട്ടത്തിൽ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്നും മുളപ്പിച്ചു. ഇതിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നും തിന്നുന്ന നാളിൽ മരണം സംഭവിക്കുമെന്നും കർശനമായ നിർദ്ദേശം ദൈവം മനുഷ്യൻ നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യനിൽ നിന്ന് ഹവ്വായെ ദൈവം സൃഷ്ടിക്കുകയും ഭൂമിയിലെ ആദ്യ വിവാഹം നടക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സാത്താന്റെ വഞ്ചനയും മനുഷ്യന്റെ വീഴ്ചയും നാം കാണുന്നു. സാത്താന്റെ ത്രിവിധ പരീക്ഷകളായ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവ മൂന്നിനെയും അതിജീവിക്കുവാൻ കഴിയാതെയാണ് മനുഷ്യന്റെ വീഴ്ച സംഭവിക്കുന്നത്. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നത് മൂലമാണ് അവർക്കത് സംഭവിക്കുവാനിടയായി തീർന്നത്. ആ വൃക്ഷഫലം തിന്നത് മൂലം ആദമിൻ്റെയും ഹവ്വായുടെയും കണ്ണു തുറക്കുകയും തങ്ങൾ നഗ്നരെന്ന് മനസ്സിലാക്കുകയും വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിക്കുകയും ചെയ്തു. ദൈവം ആദമിനെയും ഹവ്വയെയും സമീപിച്ചപ്പോൾ അവൻ്റെ ചോദ്യം നീ എവിടെയെന്നാണ്. ഏറ്റുപറയുവാനും അനുദപിക്കുവാനുള്ള ഒരു ക്ഷണമായിരുന്നു അത്. വിലക്കപ്പെട്ട വൃക്ഷഫലം തിന്നുവോ എന്നുള്ള ചോദ്യത്തിന് കുറ്റമെല്ലാം ഹവ്വയുടെ മേൽ ചുമത്താനാണ് ആദാം ശ്രമിക്കുന്നത്. നീ തന്ന സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അവർ ദൈവത്തിലും കുറ്റം ആരോപിക്കുകയാണ്. തങ്ങളുടെ കുറ്റം ഏറ്റുപറയാനുള്ള താഴ്മ ഇരുവർക്കും ഇല്ലാതെ പോയി. ഇന്നും അനേകർ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ ഏറ്റുപറയാതെ പാപത്തിൽ നിലനിൽക്കുന്നു. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ പാപമോചനം സാധ്യമാണ്. ഈ സത്യമാണ് സുവിശേഷമായി നാം ജനത്തിലേക്ക് എത്തിക്കേണ്ടത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് us.